അടുത്ത ഈറ്റിംഗ് ഡിസോർഡർ ആണ് ബുലീമിയ നെർവോസ. ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു പേഷ്യൻ്റ് ബിഞ്ച് ഈറ്റിംഗ് ചെയ്യും. ബിഞ്ച് ഈറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ടൈമിൽ അറ്റ് എ ടൈം ഒരുപാട് ഫുഡ് കഴിക്കുക. എന്നിട്ട് ഈ കഴിച്ചു കഴിഞ്ഞ ശേഷം പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് ഗിൽട്ട്, ഹ്യൂമിലിയേഷൻ, ഡിപ്രഷൻ, സെൽഫ് കണ്ടംനേഷൻ ഒക്കെ ഫീൽ ചെയ്യും ഇത്രപാട് കഴിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് ഫ്രീക്വൻറ്റ് ബിഞ്ചിങ്, അതായത് കൺസ്യൂമിങ് അബ്നോർമലി ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ്. ഇത് ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ കൺസ്യൂം ചെയ്യുന്നത്. ഇത് കേസ് സിവിയർ ആകുന്ന ടൈമിൽ ഈ ഒരു ഫ്രീക്വൻസി കൂടും, അല്ലെങ്കിൽ ഈ ബിഞ്ചിൻ്റെ എപ്പിസോഡ് കൂടും. And it involves recurrent use of compensatory measures to prevent weight gain. ഇങ്ങനെ ഒരുപാട് കഴിക്കുന്ന മാത്രമല്ല, ഈ കഴിച്ചിട്ട് വെയിറ്റ് കൂടാതിരിക്കാൻ ഇതിന് കോമ്പൻസേഷൻ ആയിട്ട് ഒരുപാട് മെഷേഴ്സ് യൂസ് ചെയ്യും അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യും. ലൈക്ക് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്, ഈ കഴിച്ച ഫുഡൊക്കെ വോമിറ്റ് ചെയ്ത് പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ ഡയോറ്റിക്സ് ആൻഡ് ലാക്സേറ്റീവ് യൂസ്, പിന്നെ ഡയറ്റിങ്, ഫാസ്റ്റിങ്, ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ് മെഷേഴ്സ്, അതായത് ഡയറ്റിങ്ങും ഫാസ്റ്റിങ്ങും എല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി കൊളാക്കി വെക്കും. അതേസമയം നമ്മൾ അനോറക്സിയ നെർവോസിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഫുഡിനോട് ഭയങ്കരമായിട്ട് ഫോബിയ ആയിരിക്കും, ഭയങ്കര പേടിയായിരിക്കും, അതുകൊണ്ട് ഫുഡേ കഴിക്കത്തില്ല. ഇതിലാണെങ്കിൽ ഭയങ്കരമായിട്ട് അധികം ഫുഡ് കഴിക്കും. ഇനി എത്തിയോളജിയാണ്. ബുലിമിയ നെർവോസിലുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, ബയോളജിക്കൽ റിലേറ്റീവ്സിന് ബുലിമിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അവരിൽ ഈ ബുലിമിയ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ സ്പെസിഫിക് ഏരിയ ഓഫ് ക്രോമസോം 10p ലിങ്ക് ടു ഫാമിലീസ് വിത്ത് ഹിസ്റ്ററി ഓഫ് ബുലിമിയ. ഫാമിലി വിത്ത് ഹിസ്റ്ററി ഓഫ് ബുലിമിയ, അതായത് ഈ ഒരു ബുലിമിയയുടെ ഹിസ്റ്ററിയുള്ള ഫാമിലിയിൽ ക്രോമസോം 10p ലിങ്ക് ചെയ്തിട്ടുണ്ട്. 10p പോസിബിൾ ഓൾ ഓഫ് ആൾട്ടേർഡ് സെറോട്ടോണിൻ ലെവൽ ഇൻ ബ്രെയിനിലുള്ള സെറോട്ടോണിൻ ലെവലിൽ ആൾട്ടറേഷൻ സംഭവിക്കുമ്പോൾ. പിന്നെ സൊസൈറ്റി എംഫസൈസ് അപ്പിയറൻസ് ആൻഡ് തിന്നസ്, അതായത് ചില സൊസൈറ്റി മെലിഞ്ഞവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, ബ്യൂട്ടീൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഈ തിന്നസിനെ കണക്കാക്കും, മറ്റേ ഒരു ഭയങ്കര അഗ്ലി ആയിട്ട് ഈ തടിച്ചവരെ കണക്കാക്കും. അങ്ങനെയുള്ള കേസിൽ പിന്നെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസും കോൺഫ്ലിക്റ്റൊക്കെ, പിന്നെ സെക്ഷൽ അബ്യൂസ്, പിന്നെ ലേൺഡ് മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ്, പിന്നെ സ്ട്രഗിൾ ഫോർ കൺട്രോൾ ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി. ഇനി അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സാണ് സോർ ത്രോട്ട്, ഹേർട്ട് ബേൺ, ടൂത്ത് സ്ട്രെയിനിങ് ആൻഡ് ഡിസ്കളറേഷൻ, ലോസ് ഓഫ് ഡെൻ്റൽ ഇനാമൽ, ഡെൻ്റൽ കാരിയസ് ഇൻക്രീസ് ആകും. ഡ്യൂറിങ് ബിഞ്ച് ഈറ്റിംഗ് എപ്പിസോഡ് സെൻസ് ഓഫ് ലാക്ക് ഓഫ് കൺട്രോൾ ഫീൽ ചെയ്യും, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. ഇൻ നോർമൽ സ്ലൈറ്റ്ലി ഓവർ വെയ്റ്റ് അപ്പിയറൻസ് ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് വെയിറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. പിന്നെ ഒരുപാട് നോർമലി അവിടുത്തെ ആൾക്കാർ കഴിക്കുന്നതിനേക്കാളും ഒരുപാട് അബ്നോർമലായിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങും. അബ്ഡോമിനൽ എപ്പിഗാസ്ട്രിക് പെയിൻ ഉണ്ടാകും, അമിനോറി ഉണ്ടാകും, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകും, പെർഫെക്ഷനിസം ഉണ്ടാകും ഇവർക്ക്, ഡിസ്ട്രോയിഡ് ബോഡി ഇമേജ്, എക്സാജറേറ്റഡ് സെൻസ് ഓഫ് ഗിൽട്ട് ഉണ്ടാകും, അതായത് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിച്ചല്ലോ, കഴിക്കണ്ടായിരുന്നു എന്നൊക്കെ ഭയങ്കര ഷെയിമൊക്കെ ഉണ്ടാകും. ഫീലിംഗ് ഓഫ് എലിനേഷൻ, പുവർ ഇമ്പൾസ് കൺട്രോൾ, ലോ ടോളറൻസ് ഓഫ് ഫ്രസ്ട്രേഷൻ, അതായത് ഫ്രസ്ട്രേറ്റഡ് ആയി ഇവർ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെക്യുലർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓർ റിച്വൽസ്, അതായത് ഫുഡ് കഴിക്കുന്ന പ്രത്യേകിച്ചൊരു റിച്വൽസോ അല്ലെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാകും കേട്ടോ, ഈ ഒരു രീതിയിലാണ് കഴിക്കേണ്ടതെന്നൊക്കെ. എക്സസീവ് എക്സസൈസ് റെജിമെൻ, അതായത് ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സസൈസ് ചെയ്യും. പിന്നെ വിഡ്രോവൽ ഫ്രം ഫ്രണ്ട്സ് ആൻഡ് യൂഷ്വൽ ആക്ടിവിറ്റീസ്, അതായത് സാധാരണ ആക്ടിവിറ്റീസ് നിന്നൊക്കെ വിഡ്രോ ചെയ്യും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ വിഡ്രോ ചെയ്യും. ഫ്രീക്വൻറ്റ് വെയിറ്റിംഗ് ഉണ്ടാകും, അതായത് ഇവർ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് കോംപ്ലിക്കേഷൻസ് ആണ്. ഗ്യാസ്ട്രിക് റപ്ചർ ഡ്യൂറിങ് ദ ടൈം ഓഫ് ബിഞ്ച് ഈറ്റിംഗ് ചെയ്യുമ്പോൾ, അതായത് വലിച്ചു വാരി കഴിക്കുന്ന ടൈമിൽ ഗ്യാസ്ട്രിക് റപ്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെൻ്റൽ കാരിയസ് വരാൻ സാധ്യതയുണ്ട്, ഗം ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്, ഡെൻ്റൽ ഇനാമൽ റപ്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പാരോറ്റൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഡീഹൈഡ്രേഷനും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും വരാൻ സാധ്യതയുണ്ട്, ക്രോണിക് റെഗുലർ ബവൽ മൂവ്മെൻറ്റ്സ്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്, കാരണം ലാക്സേറ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ, മിസ്യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സൂയിസൈഡ് ആൻഡ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അബ്യൂസിനൊക്കെ സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഡയഗ്നോസിസ് ആണ്. ആദ്യം മെഡിക്കൽ ഇവാലുവേഷൻ നോക്കിയിട്ട് അപ്പർ GI ഡിസോർഡർ ആണോ, അതുകൊണ്ടാണോ ഈ സിംറ്റംസ് കാണിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ അത് അങ്ങനെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇവാലുവേഷനും പിന്നെ ബാക്ക് ഡിപ്രഷൻ ഇൻവെൻട്രി വെച്ചിട്ട് നോക്കുക. പിന്നെ ഹിസ്റ്ററി കളക്ട് ചെയ്യുക, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് തോന്നുന്നതെന്നൊക്കെ. അടുത്തത് ലാബ് ടെസ്റ്റ് ആണ്. ഇതിൽ സെർം ഇലക്ട്രോലൈറ്റ് നോക്കുക, പിന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല്, പിന്നെ ബേസ് ലൈൻ ECG നോക്കാം. പിന്നെ അടുത്തതാണ് ICD-10 ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഇത് കൺഫേം ചെയ്യുന്നത്, അതായത് ബുലിമിയ നെർവോസ ആണോ അല്ലയോ എന്നൊക്കെ. ഇനി അടുത്തത് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് സൈക്കോതെറാപ്പി, പിന്നെ TCAസും SSRIസും, പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, പിന്നെ ഹോസ്പിറ്റലൈസേഷൻ. ഇനി അടുത്തത് ഇതിൻ്റെ നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ആണ്. ഫസ്റ്റ് എൻഗേജ് പേഷ്യൻ്റ് ഇൻ തെറാപ്യൂട്ടിക് അലയൻസ് ടു ഒബ്റ്റെയിൻ കമ്മിറ്റ്മെൻറ്റ് ടു ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു അലയൻസിലേക്ക് എത്തുക. എസ്റ്റാബ്ലിഷ് കോൺട്രാക്ട് വിത്ത് പേഷ്യൻ്റ് ദാറ്റ് സ്പെസിഫൈസ് എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ഫുഡ് ഷീ മസ്റ്റ് ഈറ്റ് അറ്റ് ഈച്ച് മീൽ, അതായത് ഓരോ മീലിലും പേഷ്യൻ്റ് കഴിക്കുന്ന ഇത്ര എമൗണ്ട് ഓഫ് ഫുഡ്, എന്ത് ടൈപ്പ് ഫുഡാണെന്നൊക്കെ ഉള്ളത് ഒരു കോൺട്രാക്റ്റിലെത്തുക ഈ ഒരു നഴ്സിംഗ് പ്രൊഫഷണലായിട്ട്. പിന്നെ ഒരു ഈച്ച് മീലിന് ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക.
പിന്നെ ഐഡൻറ്റിഫൈ പേഷ്യൻസ് എലിമിനേഷൻ പാറ്റേൺ, പേഷ്യൻ്റെ എലിമിനേഷൻ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ എൻകറേജ് പേഷ്യൻ ടു റെക്കഗ്നൈസ് ആൻഡ് വെർബലൈസ് ഹെർ ഫീലിംഗ്സ് അബൌട്ട് ഹെർ ഈറ്റിംഗ് ബിഹേവിയർ. അതായത് പേഷ്യൻ്റെ ഈറ്റിംഗ് ബിഹേവിയറിനെ പറ്റിയിട്ട് പേഷ്യൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെർബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. എക്സ്പ്ലെയിൻ റിസ്ക് ഓഫ് ലാക്സേറ്റീവ്, എമറ്റിക്സ് ആൻഡ് ഡയോറ്റിക് അബ്യൂസ്. അതായത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇവർ അബ്യൂസ് ചെയ്യുമല്ലോ, ലാക്സേറ്റീവ്സും എമറ്റിക്സും ഡയോറ്റിക്സും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ റിസ്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. പ്രൊവൈഡ് അസേർട്ടീവ്നെസ് ട്രെയിനിങ്, അസസ് ആൻഡ് മോണിറ്റർ പേഷ്യൻസ് സൂയിസൈഡ് പൊട്ടൻഷ്യൽ. അതായത് സൂയിസൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ, സൂയിസൈഡിൻ്റെ റിസ്ക്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മോണിറ്റർ ചെയ്യണം പേഷ്യൻറ്റിനെ. സോ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.